ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളിയൊരു ഓട്ടപ്പം ഉണ്ടാക്കാം. ഓട്ടപ്പം എന്നും പറയാം, ഓട്ടട എന്നും പറയാം. ഇത് അരിപ്പൊടി കൊണ്ടുള്ള ഓട്ടപ്പമാണ്. അത് നമുക്ക് മൈദപ്പൊടിയിൽ ഉണ്ടാക്കാം, ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ആദ്യം തേങ്ങ മിക്സിയിൽ അരച്ചതാണ്. ഇനി ഇതിൻ്റെ പാലെടുക്കാം. ഇത് ഒന്നാം പാല്. ഇനി നമുക്ക് ഈ പാല് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നുകൂടി തരിക്കാം. ഇതിൽ തരി പാടില്ല. എന്നിട്ട് മൂടി മാറ്റി വെക്കാം. ഇനി രണ്ടാം പാലെടുക്കാം. ഇനി നമുക്ക് മാവെടുക്കാം. ഇത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് ഒരു 3 ഗ്ലാസ് പൊടിയാണ്. ഈ പൊടി നമുക്കിനി ഈ തേങ്ങ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാം. ഇത് രണ്ടാം പാലാണ്. ഒന്നാം പാല് നമ്മളതെടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് രണ്ടാം പാലെടുത്തിട്ടാണ് ഇത് നമുക്ക് ഇളക്കുക. ഇത് ഇളക്കിയിട്ട് നമുക്കിതിന് ഈ ജാറിലൊന്നിട്ട് അടിക്കുക. വല്ലാതെ വെള്ളം കൂട്ടാൻ പാടില്ല. ഇത് ഇനി മിക്സിയിൽ വെച്ചിട്ടൊന്ന് നമുക്ക് അടിക്കുക. ഇത് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പിടുക. പാകത്തിന് ഉപ്പിടുക. പിന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ് ഒഴിച്ചു കൊടുക്കുക. ഈ കോഴിമുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിലർ ഉണ്ണിയോടെ ഒഴിക്കും. ഇനി നമുക്ക് ഇത് മിക്സിയിൽ വെച്ച് അടിക്കാം. ഇനി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ തന്നെ ഒഴിക്കാം. തേങ്ങ പാലിൻ്റെ ബാക്കി നന്നായിട്ട് ഇളക്കുക. ഇത് ഇത്ര കട്ടിയേ പാടുള്ളൂ. പിന്നെ ഇത് പാകമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് നോക്കാം. പിന്നെ ഇത് ചിലയിടത്തിൽ പറയും ഓട്ടപ്പെന്ന്, ചിലയിടത്തിൽ പറയും ഓട്ടടന്ന്, ചിലയിടത്ത് പറയും മുട്ടയപ്പം എന്ന് പറയും. മുട്ടയപ്പം പറയുന്നതിൻ്റെ ഇതെന്താന്ന് പറഞ്ഞാൽ മുട്ട ഒഴിക്കണോണ്ടാണ് മുട്ടയപ്പം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കലക്കിയിട്ട് 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. 10 minutes later.
ചട്ടി നല്ല ചൂടായി. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. ചട്ടി നല്ലതുപോലെ ചൂടാവണം. ഇത് ഉണ്ടാക്കുമ്പോൾ ഈ പത്തിരിച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക, വേറെ ചട്ടിയിൽ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. അതെ, അങ്ങനെ ചുട്ടാലേ നേരം പോലെ വരുള്ളൂ. ഇത് ഇനി നമുക്ക് മൂടി വെക്കാം. പക്ഷെ എല്ലാത്തിലും ഓട്ടം നന്നായിട്ട് വരണം, എന്നിട്ട് വേണം മൂടി വെക്കാൻ. അപ്പോഴേ ഓട്ടപ്പം പോലെ ആവുള്ളൂ. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. കണ്ട, നന്നായിട്ട് ഓട്ടയായി. ഈ ആദ്യം നമ്മളെ ഈ ചട്ടകത്തിൻ്റെ ഈ പാകം കൊണ്ട് ഇളക്കി നോക്കുക. ഇത് കണ്ട ഇളകി വരുന്നു. ഒന്നുകൂടി ആവണം. അടിയിലൊന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരണം. ഇത് നമ്മൾ സോഫ്റ്റായിട്ടുള്ള ഓട്ടപ്പമാണ്. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അരിപ്പൊടിയിലാണ്. ഇതാ ബാക്കിലിങ്ങനെ. ഇത് നല്ല സോഫ്റ്റുള്ളൊരു അപ്പമാണ്. ഇതിനി നമ്മൾ തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും. പക്ഷെ ഈ ഓട്ട നല്ലപോലെ വേണം. ഈ തേങ്ങാപ്പാലിൽ നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഇത് നമുക്കിനി ഈ തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കാം. തേങ്ങാപ്പാലിൽ നല്ല മുക്കി. ഇനി ഇത് പാത്രത്തിൽ വെക്കുക. ഇത് ചിലവർക്ക് കോഴിക്കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്, ചിലവർക്ക് മീൻകറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്, ചിലവർക്ക് തേങ്ങാപ്പാൽ മാത്രം കഴിക്കുന്നത്. ഇത് എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. ഇതാ ഇത് ഒരു തേങ്ങാപ്പാലിൽ 1 മിനിറ്റ് ഇട്ട് വെച്ചാൽ ഒന്നുകൂടി കുതിർന്ന് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും.